ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ LDC 2024 ട്രിവാൻഡ്രം ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയെ ശരിയായ കാലഗണന ക്രമം ഏത്? താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ കാലഗണന ക്രമം എന്ന് പറയുന്നത് 2, 4, 1, 3 ആണ് ശരിയായിട്ടുള്ളത്. ഫസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ചാന്നാർ ലഹള, രണ്ടാമത് വരുന്ന മലബാർ കലാപം, അടുത്ത വൈക്കം സത്യാഗ്രഹം, ഏറ്റവും ലാസ്റ്റ് ക്ഷേത്രപ്രവേശനം വിളംബരം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക എന്ന് പറയുന്നു. 1, 3, 4 ശരി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ബന്ധമില്ലാത്തത് ഏത്? 2, 4 ബന്ധമില്ലാത്തത്. അപ്പം നാറ്റോ 1940 സ്ഥാപിതമായത്. ഇതിന് അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ജോഡിയെ തെറ്റായ ജോഡി എന്ന് പറയുന്നത് 1 ശരിയാണ്. റോബസ്പിയർ എന്ന് പറയുന്ന ജാക്കോബിയൻ ക്ലബ്ബ്. ഏപ്രിൽ തിസീസ് എന്ന് പറയുന്നത് VI ലെനിനാണ്. ലോങ് മാർച്ച് മാവോ സേതുങ്. അതായത് റോബസ്പിയർ എന്ന് പറയുന്ന ജാക്കോബിയൻ ക്ലബ്ബാണ്. ഏപ്രിൽ തിസീസ് എന്ന് പറയുന്നത് VI ലെനിനാണ്. ലോങ് മാർച്ച് മാവോ സേതുങ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. 1988 ജനുവരി 20 അന്തരിച്ചു. 1987 ഭാരതരത്ന ലഭിച്ചു. ഖുദായി ഖിദ്മത്ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1, 3, 4 ശരി. ഇത് രൂപീകരിച്ചത് 1953 ഫസൽ അലി, HN കുൻസ്രു എന്നിവർ ഇതിലെ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചത് 1953. ഇത് ഫസൽ അലി, HN കുൻസ്രു എന്നിവർ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹം ഏത്? ആൻസർ എന്ന് പറയുന്ന അഗുൽഹാസ് പ്രവാഹമാണ്. താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏതല്ല? ശരിയായ പ്രസ്താവന 1, 4 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയെ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഹരിക്കെയിൻ. അപ്പോൾ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ ഹരിക്കെയിൻ എന്നറിയപ്പെടുന്നു. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാതയാണ് NW3. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത NW3. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് സൗദി അറേബ്യ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപ്പാദനത്തെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം എന്ന് വെച്ചാൽ 1 നെല്ലാണ്, 2ാം സ്ഥാനത്ത് ഗോതമ്പ്, 3ാം സ്ഥാനത്ത് ചോളം, 4ാം സ്ഥാനത്ത് പയറുവർഗ്ഗങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.50% നിലനിർത്താൻ തീരുമാനിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണനയനുസരിച്ച് അവയുടെ ശരിയായ ക്രമം എഴുതുക. ശരിയായ ക്രമം എന്ന് പറയുന്നത് ഫസ്റ്റ് വന്നതെന്ന് വെച്ചാൽ ആസൂത്രണ കമ്മീഷൻ വന്നു. അടുത്ത രണ്ടാമത് വന്നത് ഭൂപരിഷ്കരണം. മൂന്നാമതെന്ന് പറയുന്ന ബാങ്ക് ദേശസാൽക്കരണം. നാലാമത് 500, 1000 നോട്ടുകളുടെ നിരോധനം. ഫസ്റ്റ് ആസൂത്രണ കമ്മീഷൻ, സെക്കൻഡ് ഭൂപരിഷ്കരണം, തേർഡ് ബാങ്ക് ദേശസാൽക്കരണം,
ഫോർത്ത് 500,000 നോട്ടുകളുടെ നിരോധനം. നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇവിടെ ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രസ്താവന 1ഉം പ്രസ്താവന 2ഉം ശരിയാണ്. സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറപ്പാക്കിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളുടെ രാജ്യത്ത് നടപ്പാക്കി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നീതി ആയോഗിൻ്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്ന ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. ഇവിടെ ആൻസർ ഇന്നോവേഷൻ മിഷൻ എന്ന് പറയുന്നത് സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുന്നു. ഇന്നോവേഷൻ മിഷൻ എന്താണ്? സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുന്നു. മെഥനോ സമ്പദ്ഘടന എന്ന് വെച്ചാൽ എണ്ണ ഇറക്കുമതി ബില്ല് കുറയ്ക്കുക. മെഥനോ സമ്പദ്ഘടന എണ്ണ ഇറക്കുമതി ബിൽ കുറയ്ക്കുക. സഹകരണ ഫെഡറലിസം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. സഹകരണ ഫെഡറലിസം സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ശൂന്യ ക്യാമ്പയിൻ എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക. അപ്പോൾ ശൂന്യ ക്യാമ്പയിൻ എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക. ഇന്നോവേഷൻ മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക. മെഥനോ സമ്പദ്ഘടന എന്ന് പറഞ്ഞാൽ എണ്ണ ഇറക്കുമതി ബില്ല് കുറയ്ക്കുക എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1991 നടപ്പാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന 2ഉം 3ഉം ശരിയാണ്, 1ഉം 4ഉം തെറ്റാണ്. അപ്പോൾ 2ഉം 3ഉം ശരിയാണ്. എന്താണ് 2ഉം 3ഉം? ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷൻ, 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച കമ്മിറ്റി. അപ്പോൾ എന്താണ്? BR അംബേദ്കർ അധ്യക്ഷൻ, 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച കമ്മിറ്റി. സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. 1989 61 ഭേദഗതിയിലൂടെ വോട്ട് അവകാശത്തിനുള്ള പ്രായം 21 നിന്ന് 18 കുറച്ചു. 1989 61 ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്ന് 18 കുറച്ചു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. അപ്പോൾ എന്താണ്? സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പും കൈകാര്യം ചെയ്യുന്നത് മൻസുഖ് മാണ്ഡവ്യ. ഇന്ത്യയിലെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഇവയിലേതാണ്? 1. 15ാമത്തെ പ്രസിഡന്റ്, 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന അബ്ദുൽ ഫത്താഹ് അൽ-സിസി ഏത് രാജ്യത്തെ പ്രസിഡന്റാണ്? അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്റ്റ്. സ്നേഹസാന്ത്വന പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് സ്നേഹസാന്ത്വനം. സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് സ്നേഹസാന്ത്വനം. അടുത്ത ക്വസ്റ്റ്യന് 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതൊക്കെയാണ്?
1, 2, 3 യോജിക്കുന്ന പ്രസ്താവന. പോക്സോ നിയമം വകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹൃദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം. ഏത് വകുപ്പാണ്? 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം. പോക്സോ നിയമത്തിലെ 27 വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം. പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആകരുത്. അപ്പോൾ 27 ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, വാത്സല്യനിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏത്? പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടിയുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം രൂപ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ് വാത്സല്യനിധി. പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വാത്സല്യനിധി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അടുത്തത് ഭിന്നശേഷി ഉള്ള വിഭാഗത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസപരം ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന്. അടുത്തത്, കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാനാണ് ഡി ആണ്, ശ്രീ എം ഷാജ ആണ്. ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് മഴ മുന്നറിയിപ്പിനെ സംബന്ധിച്ച് ഏറ്റവും ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ, വെള്ള നിറം മുന്നറിയിപ്പ് ഇല്ല എന്നും മഴയില്ല എന്നും സൂചിപ്പിക്കുന്ന, മഞ്ഞ നിറം നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കി കൊണ്ടിരിക്കുക, ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. 1, 3 ശരി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജകകലയാണ് ടെൻഡൻ. ജൈവവൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവ്. ദ്രാവകാവസ്ഥയിലുള്ള യോജകകലയ്ക്ക് ഉദാഹരണമാണ് രക്തം. മനുഷ്യശരീരത്തെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം കരൾ. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് അക്രോമെഗാലി. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ലൈസോസൈം. പ്രമേഹം ബാധിച്ച കുട്ടികളിൽ സൗജന്യ ചികിത്സ നൽകുന്നതിന് ആരോഗ്യവകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി. ഒരു മില്ലി 1 ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.0 kg മാസമുള്ള ഒരു ബോക്സിൻ്റെ സ്ഥിതികോർജ്ജം എത്രയായിരിക്കും? 2 ജൂള്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് അപവർത്തനം. ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഫാരൻഹീറ്റ് താപനിലയ്ക്കും തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനിലയാണ് 0 ഡിഗ്രി സെൽഷ്യസ്. ഇന്ത്യയെ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഓഗസ്റ്റ് 23. സൂര്യനെയും ബഹിരാകാശ വലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കപ്പെട്ട ദൗത്യത്തിൻ്റെ പേര് ആദിത്യ L1. രാജ്യദ്രാവ അക്വജിയ എന്ന നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് 1:3. നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് 1:3. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസറിനാണ്. താഴെ പറയുന്ന യഥാർത്ഥ ലായനിയാണ് സോഡിയം അമാൽഗം. യഥാർത്ഥ ലായനി സോഡിയം അമാൽഗം. അടുത്തത്, താഴെ പറയുന്നത് സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫൈഡ്. സിങ്ക് ബ്ലെൻഡ് സിങ്ക് സൾഫൈഡ്. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്ന ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ക്വാണ്ടം ഡോട്ട്സ്. അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഖസാക്കിൻ്റെ ഇതിഹാസം. കിലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്ത് പ്രശസ്തി നേടിയ സർക്കസ്? തിക്കൊടിയ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ കുഞ്ഞനന്തൻ നായർ. പാലിലെ വെണ്ണം പോൽ പൈതാകി ചൊല്ലുന്നേൻ, ഭാഗ്യമുള്ളവർ ഇതിനെ പടച്ചോ ഏത് കൃതിയിലെ വരികളാണിവ? മുഹിദ്ദീൻ മാലയാണ്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ SK പൊറ്റക്കാടിൻ്റെ രചനയാണ് ഒരു ദേശത്തിൻ്റെ കഥ. 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാർൽസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരമാണ് പ്രഗ്യാനന്ദ. മൺസൂർ കോക്രോച്ച് ബയോബ്ലിറ്റ്സ് 2024 നടപ്പിലാക്കിയത് കേരള വനഗവേഷണ കേന്ദ്രം. ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ടെറാബൈറ്റ്. ഇതിൽ വിട്ടുപോയത് ഗിഗാബൈറ്റ്. തന്നിരിക്കുന്ന സോഫ്റ്റ്വെയർ അത് ഉണ്ടാക്കിയ കമ്പനിയെ ശ്രദ്ധിക്കുക. എഡ്ജ് മൈക്രോസോഫ്റ്റ്. മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ. ആൻഡ്രോയിഡ് ഗൂഗിൾ. ആൻഡ്രോയിഡ് ഗൂഗിളാണ്. മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിളാണ്. എഡ്ജ് മൈക്രോസോഫ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽഡ്. താഴെ പറയുന്ന മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ടെലിഗ്രാം. ഡീപ് ഫേക്ക് എന്നാൽ വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നത്. വിവരാവകാശ നിയമം
2005 പ്രകാരം സംസ്ഥാനത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് സംസ്ഥാനത്തിലെ ഗവർണറാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണമുള്ള നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങൾ ഉൾപ്പെടാത്ത സേവനങ്ങളാണ് നിസ്വാർത്ഥ സേവനങ്ങൾ എന്ന് പറയുന്നത്. ഇവയിൽ ഏതാണ് പട്ടികവർഗക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനമല്ലാത്തത്? പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക എന്നതാണ് ഇവയെ പട്ടികവർഗക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനമല്ലാത്തത്. അപ്പോൾ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഭരണഘടനാ പ്രകാരം പട്ടികവർഗക്കാർക്കായി നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. പട്ടികവർഗക്കാരുടെ അവകാശങ്ങളും സംരക്ഷണവും സംബന്ധിച്ച് നിർദ്ദിഷ്ട പരാതികൾ അന്വേഷിക്കുക. പട്ടികവർഗക്കാരുടെ സാമൂഹ്യ സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുക, ഉപദേശം നൽകുകയും ചെയ്യുക. ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ എന്ന് വെച്ചാൽ മുകളിൽ കൊടുത്തിരിക്കുന്നവയല്ല. മാനസികവും ശാരീരികവുമായി പരാതി നൽകിയ ആളിനെ ഉപദ്രവിക്കുക, സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക, സാമ്പത്തിക ചൂഷണം, ഇവയെല്ലാം ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്നവയാണ്. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന പോക്സോ ആക്ട് നിലവിൽ വന്നത് 2012 അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ വിജയ് കിഷോർ റഹ്താർ. അടുത്ത ക്വസ്റ്റ്യൻ, മാക്സിന് 840 രൂപ വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എന്ന് വെച്ചാൽ 840 - 714 ഡിവൈഡഡ് ബൈ 814 × 100 ചെയ്യുമ്പോൾ 50% എന്ന് കിട്ടും. Okay friends, please subscribe and support me.